നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ മാല എന്തിനാ എന്റെ കഴുത്തിൽ വീണത്? അതൊരു അപശകനമാണല്ലോ. ഗായത്രിയെ പോലെ തന്നെ ഞാനും മരണപ്പെടുമെന്നാണോ? ഗായത്രി അവള് പകയോടെ എന്നോട് പ്രതികാരം ചെയ്യാൻ വരുമോ? അവളുടെ പ്രേതാത്മാവ് എന്റെ ജീവൻ എടുക്കൂ എന്നതിന്റെ അടയാളമാണോ ഇത്? പറയാൻ പറ്റില്ല. ദുരാത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാറില്ലെന്നല്ലേ പറയാറ്. അവർ ആത്മശാന്തി ലഭിക്കാതെ അലഞ്ഞു നടക്കും. കൊലപാതകത്തിലാണ് മരിച്ചതെങ്കിൽ ആ ബാധ പകരം വീട്ടാൻ വന്നെന്നിരിക്കും. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കേട്ടിട്ടില്ലേ? ഏതായാലും കാലം നമുക്ക് അനുകൂലമല്ല. അങ്ങനെ വേണം കരുതാൻ. ചേച്ചി, നമുക്ക് ചുറ്റിനും ഇപ്പൊ സംഭവിക്കുന്നതെല്ലാം എനിക്കും ചേച്ചിക്കും പ്രതികൂലമാണ്. സൂക്ഷിക്കണം. നമ്മൾ കുറച്ച് മുൻകരുതലോടെ കാര്യങ്ങൾ നീക്കണം. ആ മാല ചേച്ചിയുടെ കഴുത്തിൽ വീണപ്പോ എന്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് തെക്കോട്ട് വിരിച്ച വാഴയിലയിൽ പട്ടും കച്ചയും പൊതിഞ്ഞ് കഴുത്തിൽ ഹാരവുമായി കിടക്കുന്ന ചേച്ചിയുടെ ജീവനറ്റ ശരീരമായിരുന്നു. അപ്പോ നീ അവിടെ വെച്ച് പറഞ്ഞതോ ഗായത്രിയുടെ ആത്മാവ് എന്നെ സ്നേഹിക്കാൻ വന്നതാണെന്നല്ലേ പ്രതാപ നീ പറഞ്ഞത്? ചേച്ചി ചേച്ചി അത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചേച്ചി രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞേ. അപ്പോ ആയി സെത്താതെ ആ ഗായത്രി ദേവി പോലെ ഞാനും മരണപ്പെടുമല്ലേ? അത് ഗായത്രി ദേവി എന്നെ കൊല്ലുമല്ലേ പ്രതാപ? ഇതൊക്കെ വെറും അന്ധവിശ്വാസമാ. പിന്നെ ഗായത്രി ദേവി ഒന്ന് പ്രവേശിച്ച് കൊല്ലാൻ പോവല്ലേ? ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ചേച്ചി എന്ത് ചെയ്യാനാ? ഗോസ് ക്യാൻ ഡു എനിത്തിങ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പേടിച്ചാ മതി, പ്രേതങ്ങളെ പേടിക്കണ്ടാന്ന്. കാറ്റടിച്ച് ആ മാല ചേച്ചിയുടെ കഴുത്തിൽ വീണു. ആ ഫോട്ടോയുടെ ചോട്ടി പോയി നിന്നോണ്ടാ ചേച്ചിയുടെ കഴുത്തിൽ മാല വീണത്. അത്ര തന്നെ. അതിനിങ്ങനെ പേടിക്കൊന്നും വേണ്ട. സങ്കടപ്പെടാതിരിക്കും പ്രഭേച്ചി. ടേക്ക് ഇറ്റ് ഈസി. ആ, ഇത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ചേച്ചിയുടെ കാര്യം നോക്ക്. സുശീല പറഞ്ഞതാ ശരി. നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല പ്രതാപ. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ജയിലിൽ നിന്നിറങ്ങിയ ശേഖരന് എന്ത് സംഭവിച്ചു എന്നതാണ്. അയാൾ ഏത് പാതാളത്തിലും മറഞ്ഞിരുന്നാലും അയാളെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതിനുള്ള മാർഗമാണ് നമ്മൾ കാണേണ്ടത്. ഏത് വിധേനയും ശേഖര മേനോനെ കണ്ടെത്തി അയാളെ തീർക്കണം. തെളിവിനൊരു പല്ലോ നഖമോ പോലും അവശേഷിപ്പിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.